ഹായ്, ഏവർക്കും സ്നേഹവന്ദനം. യേശുവിൻ നാമത്തിൽ തന്നെ. സങ്കീർത്തനം 119 വാക്യത്തിൽ 57, 58 വാക്യം ഇങ്ങനെ പറഞ്ഞു: യഹോവേ, നീ എൻ്റെ ഓഹരിയാകുന്നു. അതെ, ഞാൻ നിൻ്റെ വചനങ്ങളെ പ്രമാണിക്കും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ യഹോവ എൻ്റെ ഓഹരിയാണ്. എൻ്റെ ശ്വാസത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഓഹരി ദൈവത്തിലിരിക്കുന്നു. അതുകൊണ്ട് ദൈവം തരുന്ന വഴികളെന്നും നന്മയിലേക്കാണ്, വിശുദ്ധിയിലേക്കാണ്. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ കൃപയ്ക്കായി യാചിക്കുന്നു. അതേപ്പം നിൻ്റെ പൂർണ്ണ ഹൃദയം ഞാൻ പൂർണ്ണ ഹൃദയം നിന്നിലേക്ക് തരുമ്പോൾ നിൻ്റെ കൃപ ഞാൻ യാചിക്കുന്നു. ആ കൃപ കിട്ടുമ്പോഴാണ് ദൈവം ഞാൻ ഇരിക്കേണ്ടത് എവിടെയാണെന്ന് നമ്മുടെ തലമുറകൾക്ക് ആ കൃപയും അനുഗ്രഹവും നമുക്ക് ചൊരിയുമ്പോൾ, നമ്മൾ വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ നമുക്കവിടെ എന്താണ് നിഷ്കളങ്കമായി നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ജീവിക്കാം, സമാധാനത്തോടെ ജീവിക്കാം. ആമേൻ. നിൻ്റെ വാഗ്ദാന പ്രകാരം എന്നോട് കൃപയുണ്ടാകണമേ. അപ്പം നിൻ്റെ വാഗ്ദാന പ്രകാരം ദൈവമേ, നീ ഞങ്ങളെ വിളിച്ച് രാജ്യത്തിലാക്കി വെച്ചിരിക്കുന്നു. ആ വാഗ്ദാന പ്രകാരം ഞങ്ങൾക്ക് എവർക്കും കൊടുക്കുവാൻ, ആ നന്മകളെ കൊടുക്കുവാൻ, ആ വിശുദ്ധിയെ കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയാനെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ അന്ധകാരത്തിലിരിക്കുന്നവരെയും ദൈവമേ, നീ കൈപിടിച്ച് അവരെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് ഉയർത്തുവാൻ, അവരൊക്കെ അനുഗ്രഹമായ നിത്യജീവിതത്തിലേക്ക്, നിൻ്റെ ആത്മാവിലേക്ക് വസിക്കുവാൻ ഓരോരുത്തരും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരം നമുക്ക് എപ്പോഴും നമ്മുടെ ശ്വാസം ദൈവത്തിന് മുമ്പിലിരിക്കുന്നു. അതാണ് ദൈവം, യഹോവ നീ എൻ്റെ ഓഹരിയാകുന്നു. ഈ ശ്വാസം നിൻ്റെ മുമ്പിലിരിക്കുന്നത് കൊണ്ടും മരണത്തെ നീ എപ്പോഴും അറിയുന്നത് കൊണ്ടും ഈ ഭൂമിയിലേക്ക് ഞങ്ങൾ ക്ഷണികരാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ടും ആ ക്ഷണിക നിമിഷവും പോകുന്നതാണപ്പോഴും ദൈവമേ, നിന്നില്ല ഓരോ നിമിഷവും ദൈവമേ ആ കിട്ടുന്ന സമാധാനം ഞങ്ങൾ അനുഭവിച്ച് അത് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, ആ സമാധാനത്തിൻ്റെ ദൈവത്തിനോട് നിങ്ങളും സമാധാനത്തോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഒപ്പം ആ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് വരട്ടെ എന്ന് ഞങ്ങൾ ദൈവത്തിനോട് യാചിക്കുന്നു. ഒപ്പം ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും സമാധാനമായി നിൽക്കുന്ന നിമിഷങ്ങൾ നഷ്ടപ്പെടുത്താതെ നമ്മളെ കണ്ണീര് കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ യാചിക്കുമ്പോൾ, നമ്മുടെ സങ്കടങ്ങൾക്ക് മറുപടി തരുന്ന ദൈവത്തിനോട് നമ്മൾ സങ്കടപ്പെട്ടുമ്പോൾ ചോദിക്കുമ്പോൾ എപ്പോഴും നമുക്ക് ജീവൻ്റെ വെളിച്ചമായ ദൈവത്തിനൂടെ ഇന്നും നമ്മുടെ ജീവനോടെ നിൽക്കുന്ന ദൈവത്തിനോട് നമുക്ക് എന്ത് സങ്കടം പറയാം. ആ കിട്ടുന്ന സങ്കടം നികത്തുന്ന ദൈവവും സമാധാനത്തോടെ ഇരുത്തുന്ന ദൈവവും ഈ ഭൂമിയിൽ എവിടെ പോലും കിട്ടൂല. ഏവർക്കും ആ ദൈവത്തിൻ്റെ സന്നിധിയിലെ സമാധാനവും സന്തോഷവും ദൈവം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന. ആമേൻ. സ്തോത്രം.